ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ ട്രസ്റ്റ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഒരുപാട് ട്രസ്റ്റ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കേക്ക് ടീൻ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഓവൻ സേഫ് ആയിട്ടുള്ള ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം. ആദ്യം നമുക്കിതിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കുക. അതിന് മുകളിലായിട്ടൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വയർ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മീഡിയം വലുപ്പത്തിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ മുട്ടയുടെ വെള്ളയിൽ ഒട്ടും മഞ്ഞ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ 3 മുട്ടയുടെയും എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുന്നവരെ അതിന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ലൊരു സ്റ്റിഫ് പീക്കായിട്ട് വരുന്നവരെ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സ്റ്റിഫായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു പരുവമായി വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളറൊക്കെ മാറി നല്ലൊരു പെയിൽ യെല്ലോ കളറായിട്ട് വരുന്നവരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മാംഗോ പ്യൂരിയും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. അതൊന്നുകൂടി അരിച്ചിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് ആണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഫ്ലോർ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം കേക്ക് ബാറ്റർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കരുത്. നല്ല ലൈറ്റായിട്ട് വേണം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഈ ബാറ്റർ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മറയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കരുത്. പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരു സ്പാച്ചില വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ എഗ് വൈറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല ലൈറ്റായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കേക്ക് ടീനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള കേക്ക് ടീൻ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അലൂമിനിയത്തിൻ്റെ കേക്ക് ടീൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ട്രെയിൽ തന്നെയാണ് ഈ മിൽക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നതും. ഞാനിപ്പോൾ ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ്സ് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഉടനെ തന്നെ ഒരു വയർ റാക്കിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കമഴ്ത്തിയിട്ട് കൊടുക്കുന്നത് കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ കേക്ക് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാംഗോ മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് മാംഗോ പ്യൂരി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് ക്രീമും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിക്ക് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തിക്ക് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇവാപ്പറേറ്റഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വയർ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾ ഈ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് മിൽക്ക് പോരെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി ഈ ഇൻഗ്രീഡിയൻസ് തന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാംഗോ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ട്രേയിൽ നിന്ന് കേക്കിനെ റിമൂവ് ചെയ്യാം. ഒരു സ്പാച്ചിലായോ കത്തിയോ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്ക് ട്രേയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. നമുക്കിനി കേക്കിൻ്റെ ടോപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി അതേ ട്രേയിലേക്ക് തന്നെ നമുക്ക് ഈ കേക്കിനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഒരു സ്ക്യൂവർ വെച്ചിട്ടോ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒഴിക്കുന്ന ആ മാംഗോ മിൽക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോൾസ് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി മിൽക്ക് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാനിതിലേക്ക് മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതൊരു സ്റ്റിഫ് പീക്കായിട്ട് വരുന്നവരെ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. പ്യൂരി ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് മാംഗോ എസൻസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറുതെ കേക്കിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ക്രീം മതിയാകും. ഞാനിവിടെ റോസറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ വിപ്പിംഗ് ക്രീം എടുത്തത്. ഇത് തന്നെ എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ 2D നോസിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കേക്കിന് മുകളിലായിട്ട് ഇതൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനതിലേക്ക് ഡ്രൈ റോസ് ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മുതൽ 2 മണിക്കൂർ വരെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാംഗോ ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ അതിലേക്ക് മാംഗോ മിൽക്കും കൂടി ഒഴിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.